ആ സാറ് വന്നേ. ഞാൻ സാറിനെ നോക്കി നിക്കണാണ്. ജോണിച്ചായ പണിക്കൊന്നും പോയില്ലേ? എവിടുന്ന്? 2 ദിവസമായിട്ട് ബോട്ടുകാർ സമരത്തിലാണ്. അല്ലേ തന്നെ എന്നെ അവന്മാർ അടുപ്പിക്കൂല. ഞാൻ കണ്ടത് പറയും. അവന്മാർക്ക് അത് ഇഷ്ടമല്ല. ഞാൻ പിടിക്കണ. വേണ്ട. ആ നടക്ക. ലില്ലി ഉണ്ടാകത്ത് അമ്മയുടെ ഡൈപ്പർ മാറ്റണാണ്. ബീറുണ്ടോ? കർത്താവേ, സാർ അടി തുടങ്ങിയ. ഞാനാണ് പച്ചക്ക് നിക്കണാണ്. ഏതൊരു മരുന്നിനുള്ള? ഇതെല്ലാം മരുന്നാണ്. സാറിനറിയാൻ പാടില്ലാട്ടാണ്. ഗ്ലാസ് റെഡി. നമുക്ക് അയച്ചിട്ട് തുടങ്ങാന്നേ സാറേ. അങ്ങനല്ല ഞാൻ അത് ശരിയാകത്തില്ലെന്ന്. സാറ് വന്നായിരുന്നാ? എന്താണ് ഒരു പരിങ്ങല്? സാറേ, ഭക്ഷണം കൊടുക്കാൻ മരുന്ന് കൊടുക്കുകയൊക്കെ ചെയ്യാം. പക്ഷേ ഈ ഡൈപ്പർ മാറ്റലും ക്ലീൻ ആക്കലൊന്നും എന്നെ കൊണ്ട് പറ്റിയല്ല കേട്ടാ. അതൊക്കെ ഡയാന വരുമ്പോ ചെയ്തോളും. എന്നും വെച്ച് കാണുമ്പോ നമുക്ക് കണ്ടില്ലാന്നും വെച്ച് പോരാൻ പറ്റുവാ? അപ്പൊ സാറേ, ഞാനങ്ങ് പോണേണേ. മമ്മയ്ക്കുള്ള കഞ്ഞിയും പയറും ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. സാറിനും ഡയാന കൊച്ചിനും ഒന്നും ഉണ്ടാക്കിയിട്ടില്ല. ഞാൻ ഉണ്ടാക്കിയ സാറിന് പിടിക്കില്ലല്ലോ. ഞാൻ ഉണ്ടാക്കിക്കോളാം. ലില്ലി ചെല്ല്. ആ ശരി. അതെ, വേഗം വീട്ടിലേക്ക് പോന്നേക്ക്. അവിടെ ഇവിടെ തിണ്ടി തിരിഞ്ഞേച്ചു വെച്ച് പാതിരയ്ക്ക് 4 കാല കയറി വന്നാലുണ്ടല്ലോ, ചാവിട്ടിക്കുട്ടി വല്ല മൂലിക്കട് ഞാൻ പറഞ്ഞേക്കാം. അപ്പൊ വേറെ ഒന്നുമില്ലല്ലോ ജോണിച്ചായ? എന്നായിക്കോട്ടെ, ഞാൻ അമ്മയെ കണ്ടേച്ച് വരാം. സാർ ഞാൻ പച്ചക്കറി പരിപാടിയൊക്കെ റെഡിയാക്കി വെക്കാം. നമ്മുടെ ഉദ്ഘാടനം പൊളിയാക്കണ്ടേ? എനിക്ക് നിങ്ങളെ അത്ര വിശ്വാസം പോരാ. എന്നായാലും ഡയാന വരാൻ ലേറ്റോ. രാത്രി ഫുഡ് ഉണ്ടാക്കണം. പോകുന്നില്ലെങ്കിൽ വെറുതെ നിൽക്കണ്ട. ആ ചിക്കനൊക്കെ കഴുകി നുറുക്കി മസാല പെരട്ടി വേ. വേണ്ട, പെണ്ണുമ്പിള്ള പറഞ്ഞ പോലെ ചെയ്വേ. വെറുതെ കൊതിപ്പിക്കാൻ. അമ്മ, ഇപ്പൊ ശ്വാസത്തിന് ബുദ്ധിമുട്ടൊന്നും ഇല്ലല്ലോ? ഇല്ല, ഇന്നലത്തെ പ്രയാസില്ല. ഇന്നലെ ശരിക്കും പേടിച്ചായിരുന്നല്ലേ? രാത്രി മുഴുവൻ ശ്വാസം കിട്ടാതെ കഷ്ടപ്പെട്ടെന്ന് ഡയാനെ വിളിച്ചപ്പോ പറഞ്ഞായിരുന്നു. പാവം, അവളും ഇന്നലെ ഉറങ്ങിയില്ല. ഇനി എപ്പോഴാ ഗംഗാധരൻ ഡോക്ടറിന്റെ അപ്പോയിന്റ്മെന്റ്? ഡേറ്റ് ഡയാനയ്ക്കേ അറിയുള്ളൂ. ഫുഡ് കഴിക്കണ്ടേ? എന്നതാ വേണ്ടേ? ലില്ലി എന്തെങ്കിലും ഉണ്ടാക്കി വെച്ചിട്ടുണ്ടാവും. ആ തള്ള ഉണ്ടാക്കി വായ വയ്ക്കാൻ കൊള്ളത്തില്ലെന്നേ. ഒരു അരമണിക്കൂർ സാധനങ്ങൾ വാങ്ങിച്ചായിരുന്നു. അതുവരെ അമ്മ പാട്ട് കേട്ട് കിടക്കും. ഇന്നൊരു ബ്രോക്കർ വന്നായിരുന്നു. 1.5 കോടി രൂപയൊക്കെ തന്നെ പാർട്ടി റെഡിയാണ്. 4-5 സെന്റല്ലേ ഉള്ളു. അവർ പഴയ കെട്ടിടവും അവന് തിടിച്ചു പൊളിച്ച് കളയും. സാറാടെ എനെക്കുറിച്ചോട് സംസാരിക്കേ. അവള് സമ്മതിച്ചാലും അമ്മ സമ്മതിക്കത്തില്ലെന്നേ. അമ്മയുടെ പേരിലല്ലേ പ്രോപ്പർട്ടി. അത് നേരാണ്. അതുകൊണ്ടാണ് ഇത് ഇപ്പോഴും ബാക്കി നിൽക്കുന്നത്. ഇല്ലെങ്കിൽ മരിക്കണതിന് മുമ്പ് ഡയാനയുടെ പപ്പ ഇതും വിറ്റ് തൊലച്ചാനെ. മുങ്ങിത്താണ്ട ബോട്ടിൽപ്പെട്ട പോലാണ് മമ്മേമോള് ഇപ്പൊ. ഇത് വിൽക്കല്ലാണ്ട് അങ്ങേര് വരുത്തി വെച്ച കടം വിട്ടാൻ വേറെന്താണ് വഴി? ഞാനിവിടെ വന്നപ്പോഴും ഇതൊക്കെ തന്നെയല്ലേ അവസ്ഥ. എനിക്ക് എന്നാ ചെയ്യാൻ പറ്റും? ചോണിച്ചായ തന്നെ സംസാരിക്കും. ഞാൻ സംസാരിക്കാം. എന്നിട്ട് നിങ്ങൾ രണ്ടാളും മമ്മയും കൂട്ടി ഒരു വാടക വീട്ടിലോട്ട് മാറി. ഈ കച്ചവടം നടന്നാ എന്റെ കുറച്ച് ബാധകളൊക്കെ തീർന്നു കിട്ടുമായിരുന്നു. ഓ, അപ്പൊ അതാണ്. അല്ലാതെ മമ്മയോടുള്ള സിമ്പതി അല്ല, സ്വന്തം കാര്യം. അത് പച്ചക്ക് എന്നിട്ട് എന്താണ് ഇടങ്ങേറി. സാറാ ഫ്രിഡ്ജും തുറന്ന് 2 പെഗ് മതി. ഇതിപ്പോ ഞാൻ കൊണ്ടുവന്നില്ലായിരുന്നെങ്കിലോ? ഇല്ലെങ്കിൽ ചെട്ടിയിലെ വാറിൽ പഠിക്കാൻ സാറിന് കാശ് ശീലായി. സാറിന് വിളിക്കട്ടെ? വേണ്ട, തുടങ്ങാന്നേ. വേണ്ടാന്നേ. അതും ഇതെന്താണ് സാറേ? എന്നാ ഒന്ന് പരിച്ചു തോന്നോ? ഇതും അടിച്ചേച്ച് ലില്ലിക്കുട്ടീനെ അടിച്ചു തന്നാ അത്. ശരി എന്നാ, ഗുഡ് നൈറ്റ്. ആ ഐഷു, എന്തൊക്കെയുണ്ട് വിശേഷം? നാട്ടിലെത്തിയോ? ആണോ? ആഹാ, എന്തേലും കഴിച്ചോ? ഇല്ല മോളെ. ഇത് കഴിച്ചോ. അമ്മയ്ക്ക് എങ്ങനെയുണ്ട്? കുറവുണ്ട്. ഇവിടെ പറഞ്ഞ എന്നിട്ട് തിരിച്ചു പോകുന്നില്ലേ ദുബായിക്ക്? ഇല്ലെന്നേ,
ഇനി നാട്ടിൽ തന്നെ കൂടാന്ന് വെച്ചു. ഒന്നുമില്ല, ആ ജോലി മടുത്തു. തീരെ ക്രിയേറ്റിവിറ്റി ഇല്ല. പിന്നെ എൻ്റെ യൂട്യൂബ് ചാനൽ ഇപ്പോൾ ഭയങ്കര ട്രെൻഡിങ്ങാ. ഐഷൂസ് വ്ലോഗ് നീ കാണാറുണ്ടാവൂല്ലേ? എനിക്കിപ്പോൾ ഭയങ്കര ഫാൻസാ. അതുകൊണ്ട് ഇതിൽ കോൺസെൻട്രേറ്റ് ചെയ്യാന്ന് വെച്ചു. ആവശ്യത്തിന് കാശ് നാട്ടിൽ നിന്ന് തന്നെ ഉണ്ടാക്കാം. പിന്നെ മിഥുൻ്റെ ചാനലിൽ ഫ്രീലാൻസിങ്ങും ഉണ്ട്. അത് നന്നായി. ഇനിയിപ്പോൾ നമുക്ക് ഇടയ്ക്ക് കാണാലോ. തീർച്ചയായും. നിന്റെ വിശേഷങ്ങൾ പറ. കുറേ ഉണ്ട്, അതൊക്കെ നേരിട്ട് കാണുമ്പോൾ പറയാം. ഞാൻ വിളിക്കാം നിന്നെ. ഗുഡ് നൈറ്റ്. ലേറ്റ് ആയോ? പിന്നല്ലാതെ എന്നാത്തിനാ നക്കാപ്പിച്ച കാശ് നീ പണിക്ക് പോകുന്നത്? വീട്ടിലിരുന്ന പോരെ. ഇത്തരം വർത്താനം വേണ്ട വിവേകെ, ഞാൻ എപ്പോഴും പറയാറുള്ളല്ലേ. ഓ വിട്ടു. ഞാൻ ഫുഡ് കൊടുത്തേച്ച് അമ്മ കഴിച്ചില്ല, നീ വരട്ടെന്ന്. അതെന്താ വിവേക് ഫുഡ് വന്നിട്ട് മമ്മ കഴിക്കാനേ? ഓ, അയാൾ എന്തിനാ ബുദ്ധിമുട്ടിക്കുന്നേ? ജോണച്ചായ ഉണ്ടായിരുന്നു ഇവിടെ. നിനക്കൊരു കുപ്പി ബീർ വാങ്ങിപ്പിച്ചായിരുന്നു. ഒരു മൂടിന് ഒരു ഗ്ലാസ് വേണമെന്ന് അമ്മയോട് ചോദിച്ചു. മമ്മയ്ക്ക് അതങ്ങ് ഇഷ്ടപ്പെട്ടില്ല. മമ്മയുടെ അവസ്ഥ വിവേകിന് അറിഞ്ഞൂടെ? അപ്പോഴാണോ ഇവക തമാശ? മമ്മ ഒന്ന് റിലാക്സ് ആയിക്കോട്ടെ എന്ന് വെച്ചു. വേണ്ട, ഞാനത് അപ്പോഴേ വിട്ട്. ഇത് മമ്മയ്ക്ക് വേണ്ടി ഞാൻ ഉണ്ടാക്കിയതാ, ചിക്കൻ സൂപ്പ്. അതെങ്കിലും കഴിക്കാൻ പറയാം മമ്മയോട്. തരട്ടെ മമ്മ? നീ പോയി ഫ്രഷ് ആയിട്ട് വാ, ഇത് ഒരുമിച്ച് കഴിക്കാം. മമ്മ കഴിക്കേ. എനിക്കൊന്നും വേണ്ട, നല്ല ക്ഷീണമുണ്ട്, ഒന്ന് കിടക്കണം. അതെങ്ങനെയാ ശരിയാവുന്നേ? ഡാനിക്കും കൂടി വേണ്ടി ഞാൻ ഫുഡ് ഉണ്ടാക്കി. കുളിച്ച് ഫ്രഷായി നല്ല കിടുവായി വന്നേ. ആഹാരം നമുക്കൊന്ന് ഒരുമിച്ച് കഴിക്കാം. വിവേക് കഴിച്ചോ? ഞാനിത് മമ്മയ്ക്ക് കൊടുക്കട്ടെ. ശരി വിവേക്. സോറി മമ്മ. എനിക്ക് അവളുടെ പ്രസൻസ് ഒട്ടും പിടിക്കുന്നില്ല മോളെ. ഞാൻ എന്ത് ചെയ്യാനാ മമ്മ? എങ്ങനെയാ ഞാൻ അയാളോട് പറയാ? മമ്മയ്ക്ക് എല്ലാം അറിയാവുന്നതല്ലേ. ആ, എങ്ങനെയുണ്ടായിരുന്നു നിന്റെ ഷൂട്ടിംഗ്? എന്ത് ഷൂട്ട്? ആസ് യൂഷ്വൽ, ഒരു ഡയലോഗ്. ശരി സാർ, യെസ് സാർ, അത്ര തന്നെ. മമ്മയുടെ പടക്കം അറിയോ? ഇത് കൂടി നിനക്ക് വേണ്ടി ഒഴിച്ച. എനിക്കൊന്നും വേണ്ട. ഏയ്, ആ ഇതെന്നാ പരിപാടിയാ? കുളിച്ച് ഫ്രഷായി ഇതാ ഇതിട്ടുണ്ട്. എനിക്കൊന്ന് ഉറങ്ങണം. ഉറങ്ങിക്കോ, പക്ഷെ എന്റർടൈൻമെന്റുകളൊക്കെ കഴിഞ്ഞിട്ട്. ദേ, ഇന്ന് എനിക്ക് ഒന്നിനും വയ്യ. അങ്ങനെ പറഞ്ഞ എങ്ങനെയാ? 3-4 ദിവസമായില്ലേ പോയിട്ട്? അവിടെ എന്താ ഭാര്യ ഒന്നിനും സമ്മതിക്കത്തില്ലേ? അതൊരു വഴിപാടല്ലേ മോളെ. ഉം. അതുപോലാണോ നീ? യു ആർ സംതിങ് വെരി ഹോട്ട് ആൻഡ് സോർ. വേണ്ട, സുഖിപ്പിക്കണ്ട. എണീറ്റേ ചെല്ലേ, എഴുന്നേൽക്ക്. വിട്. ഇങ്ങോട്ട് എണീറ്റേ. വിവേക്, കുളിച്ച് ഫ്രഷായിട്ട് വാ. മടി. എന്നാ മണമുള്ള തണുപ്പുള്ള രാത്രിയിൽ തനിച്ചിരുന്നുറങ്ങുന്ന ചെറുപ്പക്കാരി പൂമുഖ കിളിവാതിൽ അടയ്ക്കുകില്ല. ഹലോ, വിവേകേട്ടൻ വല്ല ലേഹ്യം പുറത്ത് മറന്നു വെച്ചായിരുന്നോ? എന്നാ ലേഹ്യം അത്? മോളെടുത്ത് കഴിച്ച അവള് തൂറ്റലോട് തൂറ്റല. പാവത്തിന് ഇന്ന് ടോയ്ലറ്റിൽ നിന്ന് ഇറങ്ങാൻ നേരം കിട്ടിയിട്ടില്ല. അമ്മയ്ക്ക് നല്ല സംശയമുണ്ട് കേട്ടോ. വിവേകേട്ടൻ കഴിക്കുന്ന ലേഹ്യമൊക്കെ എന്നാത്തിനുള്ളതാന്ന് എന്നോട് ചോദിച്ചു. ഛേ, ആകെ നാണക്കേടായി. നീ ഒന്ന് ഫോൺ വെച്ചേ. കൂടുതലാണെങ്കിൽ അവളെ വല്ല ഡോക്ടറെ അടുത്ത് കൊണ്ടുപോ. രാവിലെ ഞാൻ കഴിച്ചിട്ട് അലമാരയ്ക്കകത്ത് വെച്ചതാണല്ലോ. പിന്നെ ഏതിലേക്ക് എടുത്താണോ കഴിച്ചത്? ഇനി വെക്കാൻ മറന്നാ? അടയ്ക്കുകില്ല കാമിനി നിന്നെ ഞാൻ ഉറക്കുകില്ല. മണമുള്ള തണുപ്പുള്ള കളിക്കില്ല വിവേക്, എനിക്ക് ഉറങ്ങണം. അതിനാണോ ഇപ്പൊ കുളിച്ച് ഫ്രഷായി സുന്ദരിയായി ഇങ്ങനെ വിരിഞ്ഞു നിൽക്കുന്നേ? ഈ പാട്ടൊന്ന് ഓഫ് ചെയ്യോ? എന്നും രാത്രി ഇത് തന്നെ. ഈ പാട്ടല്ലേ മോളെ നമ്മുടെ ഇൻസ്പിറേഷൻ.
ഓ ഞാൻ എപ്പോഴും പറയുന്നല്ലേ ഈ സ്മെൽ എനിക്ക് ഇഷ്ടമല്ലാന്ന്. ഈ സ്മെല്ലാണ് എന്റെ ഫേവറേറ്റ് ഐറ്റം. നിനക്കതറിയാലോ. ഈ സ്മെല്ലും നിന്റെ ബോഡി സ്മെല്ലും കൂടി ചേരുമ്പോ അതാണ് അതിന്റെ കോമ്പിനേഷൻ. മതി നിർത്ത് പ്രാന്ത്. ഓരോ വട്ടം. നിന്റെ ഈ കുറുമ്പാണ് എനിക്ക് കൂടുതൽ ഇഷ്ടം. ഇന്നെന്നെ വേദനിപ്പിച്ച കൊല്ലി ഞാൻ.